അപ്പം നമ്മുടെ അടുത്ത പ്രോബ്ലം ഇതാണ്. എക്സ് ഈസ് എ റാൻഡം വേരിയബിൾ വിത്ത് മീൻ 5 ആൻഡ് വേരിയൻസ് 3 ആൻഡ് ഫൈൻഡ് ലോവർ ബൗണ്ട് ടു പി ഓഫ് മോഡ് എക്സ് മൈനസ് 5 ലെസ് ദാൻ 3. ഓക്കെ, നമുക്ക് എന്താ കാണാൻ പറഞ്ഞിട്ടുള്ളത്? ഇതിൻ്റെ ലോവർ ബൗണ്ടാണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ലോവർ ബൗണ്ട് കാണാനുള്ള ഇക്വേഷൻ ഏതാ? ഇതാണ് അല്ലേ? ഇതാണ് ലോവർ ബൗണ്ട് കാണാനുള്ള ഇക്വേഷൻ. പി ഓഫ് മോഡ് എക്സ് മൈനസ് മ്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി സിഗ്മ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 മൈനസ് 1 ബൈ ടി സ്ക്വയർ. അപ്പോൾ നമുക്ക് ലോവർ ബൗണ്ട് കാണുക പറഞ്ഞാൽ ഈ 1 മൈനസ് 1 ബൈ ടി സ്ക്വയർ ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്തിൻ്റെ കണ്ടുപിടിക്കേണ്ടത്? ഇതിൻ്റെയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ വീഡിയോ പോസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ എഴുതാം. ഓക്കെ, എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ക്വസ്റ്റ്യൻ എന്തൊക്കെ തന്നിട്ടുണ്ട്? മീന് 5 ആണ് തന്നിട്ടുണ്ട് അല്ലേ? മീൻ എന്താണ്? 5 ആണ് തന്നിട്ടുണ്ട്. മീന് 5 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? മ്യൂസ് ഈക്വൽ ടു 5 എന്നാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ കണ്ടോ? മ്യൂസ് ഈക്വൽ ടു 5 എന്ന് എഴുതിയിട്ട് മ്യൂസ് ഈക്വൽ ടു 5. സിഗ്മ സ്ക്വയർ എന്താ? 3 ആണ് അല്ലേ? വേരിയൻസ് എന്ന് പറഞ്ഞാൽ 3 ആണ്. വേരിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സിഗ്മ സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ വേരിയൻസ് സിഗ്മ സ്ക്വയർ ഈക്വൽ ടു 3 ആണെങ്കിൽ സിഗ്മ എന്തായിരിക്കും? √3 ആയിരിക്കും. സിഗ്മ എന്തായിരിക്കും? √3 ആയിരിക്കും. അതും എഴുതി. ഓക്കെ, ഇനി നമ്മൾ എഴുതി, ഇക്വേഷൻ എഴുതി. എന്താ കാണാൻ പറഞ്ഞിട്ടുള്ളത്? ലോവർ ബൗണ്ട് ആണ്. അത് കാണാനുള്ള ഇക്വേഷൻ പി ഓഫ് മോഡ് എക്സ് മൈനസ് മ്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി സിഗ്മ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 മൈനസ് 1 ബൈ ടി സ്ക്വയർ. നിങ്ങൾ വീഡിയോ പോസ് ചെയ്തിട്ട് 3 എഴുതാം. ഇനി അടുത്തത് പി ഓഫ് മോഡ് എക്സ് മൈനസ് 5 ലെസ് ദാൻ 3. അതിന് ഇക്വേഷൻ 1 എന്ന് കൊടുക്കുക. ഇതെന്താണ്? ഇതാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കാനുള്ളത്. പി ഓഫ് മോഡ് എക്സ് മൈനസ് 5 ലെസ് ദാൻ 3 അതാണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ എന്ത് ചെയ്തു? പി ഓഫ് മോഡ് എക്സ് മൈനസ് 5 ലെസ് ദാൻ 3 ഇവിടെ എഴുതി. ഓക്കെ, തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കാൻ തന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ ഇക്വേഷൻ കൺസിഡർ ചെയ്യാം. ഈ ഇക്വേഷൻ കൺസിഡർ ചെയ്യാം കേട്ടോ. ഈ ഇക്വേഷൻ കൺസിഡർ ചെയ്തിട്ട് ഇവിടെ എന്ത് ചെയ്യുക? മ്യൂന് എന്ത് കൊടുക്കുക? മ്യൂന് എന്ത് കൊടുക്കുക? അപ്പോൾ നമ്മൾ തന്നിട്ടുള്ളത് എഴുതി. ഓക്കെ, തന്നിട്ടുള്ളത് ഈ ഒരു ഇക്വേഷൻ എഴുതി. ഇനി നമ്മൾ നോക്കുക, ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ടതില്ല. അപ്പോൾ ഈ ഇക്വേഷൻ കൺസിഡർ ചെയ്തു. ഈ ഇക്വേഷനിൽ മ്യൂന് പകരം 5 കൊടുത്തു. ടി നമുക്കറിയില്ല, ടി അതുപോലെ നിർത്തി. സിഗ്മയ്ക്ക് പകരം എന്ത് കൊടുത്തു? √3 കൊടുത്തു. കണ്ടവിടെ എഴുതിയത് പി ഓഫ് മോഡ് എക്സ് മൈനസ് 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി √3. അതിനെന്ത് കൊടുത്തു? ഇക്വേഷൻ 2 കൊടുത്തു. അപ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്തത്? ആദ്യം തന്നിട്ടുള്ളത് ഇവിടെ എടുത്തെഴുതി, പിന്നെ നമ്മൾ ഇക്വേഷനിൽ തന്നിട്ടുള്ളതൊക്കെ കൊടുത്തു എടുത്തെഴുതി. അപ്പോൾ നോക്കി, രണ്ട് ഇക്വേഷനും സെയിം ആണ് അല്ലേ? സെയിം ആണ്. ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്, കുഴപ്പമില്ല. നിങ്ങൾ അത്രയ്ക്ക് പ്രശ്നമാക്കണ്ട. ഇവിടെ ലെസ് ദാൻ ആണ്, ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്, കുഴപ്പമില്ല. നോക്ക്, ഇവിടെ എന്താണ്? ഇവിടെ എക്സ് ആണ്, ഇവിടെ എക്സ് ആണ്, ഇവിടെ 5 ആണ്, ഇവിടെ 5 ആണ്, ഇവിടെ 3 ആണ്, ഇവിടെ ടി √3 ആണ് അല്ലേ? അപ്പോൾ നമ്മൾ കമ്പയറിങ് 1 and 2 ഈ രണ്ട് ഇക്വേഷൻ കമ്പയർ ചെയ്യാണ്. നോക്ക്, ഇവിടെ 3 ആണ്, ഇവിടെ എന്താണ്? ടി √3 ആണ് അല്ലേ? അപ്പോൾ ഞാൻ എഴുതി. നോക്ക്, ഇത് രണ്ടും സെയിം ആണെന്ന് അർത്ഥം. ടി √3 സമം 3 എന്ന് എഴുതി. ടി √3 സമം 3. അങ്ങനെയാണെങ്കിൽ ടി കാണാൻ എന്ത് ചെയ്താൽ മതി? √3 ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ മതി. അപ്പോൾ 3/√3 എന്താ കിട്ടുക? √3. എങ്ങനെയാണ് 3/√3 കിട്ടുന്നത്? 3നെ നമുക്ക് എങ്ങനെ എഴുതാം? √3 × √3 എന്ന് എഴുതാം അല്ലെ? 3ന് താഴെ ഒരു √3. ഇതും കട്ട് ചെയ്തു, ഇതും കട്ട് ചെയ്തു. ബാക്കി എന്തേ വരുള്ളൂ? √3 വരുള്ളൂ. അപ്പോൾ ടി ഈക്വൽ ടു എന്ത് കിട്ടി? √3 കിട്ടി. ടി എന്താ കിട്ടിയത്? √3 കിട്ടി. അപ്പോൾ നോക്കി, ഈ കേസിൽ ടി നമുക്ക് കിട്ടി അല്ലേ? നമുക്കറിയാം ലോവർ ബൗണ്ട് പറഞ്ഞാൽ എന്താണ്? 1 മൈനസ് 1 ബൈ ടി സ്ക്വയർ ആണ്. അപ്പോൾ ടി കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതിങ്ങനെ കമ്പയർ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ ലോവർ ബൗണ്ട് എന്ന് പറയുന്ന അർത്ഥം എന്താ? 1 മൈനസ് 1 ബൈ ടി സ്ക്വയർ. അപ്പോൾ 1 മൈനസ് 1 ബൈ ടി സ്ക്വയർ എന്ന് എഴുതി. വീഡിയോ പോസ് ചെയ്തിട്ട് ബാക്കിയും കൂടി എഴുതാം. ഓക്കെ, എഴുതിയിട്ടുണ്ടാവും. ഇനി 1 മൈനസ് 1 ബൈ ടി സ്ക്വയർ. 1 മൈനസ് 1 ബൈ ടി സ്ക്വയർ എന്താ? ടി √3 ആണല്ലേ? അപ്പോൾ 1 മൈനസ് 1 ബൈ √3 സ്ക്വയർ. √3 സ്ക്വയർ പറഞ്ഞാൽ എന്താ? 3 ആണ്. √3 ഇൻറ്റു √3 എന്ന് പറഞ്ഞാൽ എന്താ? 3 ആണ് അല്ലേ? അപ്പോൾ √3 × √3 അതായത് √3 സ്ക്വയർ പറഞ്ഞാൽ 3 ആണ്. 1 മൈനസ് 1 ബൈ 3 എന്ത് കിട്ടും? 2/3. അപ്പോൾ ലോവർ ബൗണ്ട് എന്താ കിട്ടുക? 2/3. 3 എഴുതാം കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഇഫ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 3, എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 3, എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 13, യൂസ് ചെബിഷെവ്സ് ഇനീക്വാളിറ്റി ടു ഫൈൻഡ് എ ലോവർ ബൗണ്ട് ഫോർ പി ഓഫ് -2 ലെസ് ദാൻ x ലെസ് ദാൻ 8.
അപ്പം നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് തന്നിട്ടുണ്ട്, എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയറും തന്നിട്ടുണ്ട്. വീഡിയോ പോസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ എഴുതുക. വീഡിയോ പോസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ എഴുതുക. ഓക്കെ, എഴുതിയിട്ടുണ്ടാവും. നമ്മളിനി ക്വസ്റ്റ്യൻ ചെയ്യാൻ പോവാം കേട്ടോ. ക്വസ്റ്റ്യനെ നോക്കുക. നമുക്ക് മ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ആണ്, നമുക്ക് അറിയുന്ന കാര്യമാണ് അല്ലേ. മ്യൂ എന്താണ്? എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ആണ്, നമുക്ക് അറിയും. അപ്പം മ്യൂസ് ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് 3 ആണ് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് സിഗ്മ കണ്ടുപിടിക്കണം അല്ലേ. സിഗ്മ നമുക്ക് തന്നിട്ടില്ല ക്വസ്റ്റ്യനിൽ, പക്ഷെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? സിഗ്മ സ്ക്വയർ ആദ്യം കണ്ടുപിടിക്കാം. സിഗ്മ സ്ക്വയർ പറയുന്നത് വേരിയൻസ് ആണ്. അത് കാണാൻ നമ്മൾ എന്ത് കണ്ടാൽ മതി? എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ദി ഹോൾ സ്ക്വയർ അല്ലേ. ഇതാണ് സിഗ്മ സ്ക്വയർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പോൾ ഞാൻ എഴുതി സിഗ്മ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ദി ഹോൾ സ്ക്വയർ. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ പറഞ്ഞാൽ 13 ആണ്, എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് പറഞ്ഞാൽ 9 ആണ്. എന്താ കിട്ടുക? 4 കിട്ടും. അപ്പോൾ സിഗ്മ സ്ക്വയർ ഇസ് ഈക്വൽ ടു 4. സിഗ്മ ഇസ് ഈക്വൽ ടു √4 ഇസ് ഈക്വൽ ടു 2. സിഗ്മ ഇസ് ഈക്വൽ ടു √4 ഇസ് ഈക്വൽ ടു 2 കിട്ടും. സിഗ്മ എന്താ കിട്ടുക? 2 കിട്ടി. സിഗ്മ എന്ത് കിട്ടി? 2 കിട്ടി. അപ്പോൾ നമുക്ക് മ്യൂവും സിഗ്മയും കിട്ടി. വീഡിയോ പോസ് ചെയ്തിട്ട് ഇവിടെ മുതൽ ഇവിടം വരെ എഴുതാം കേട്ടോ. ഓക്കെ, എഴുതിയിട്ടുണ്ടാവും. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ലോവർ ബൗണ്ടാണ് കണ്ടുപിടിക്കേണ്ടത്. ലോവർ ബൗണ്ട് കാണാനുള്ള ഇക്വേഷൻ ഞാനിവിടെ എടുത്ത് എഴുതിയിട്ടുണ്ട് അല്ലേ. ഇതാണ് ഇക്വേഷൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ലോവർ ബൗണ്ട് പറഞ്ഞാൽ 1 - 1/t² ആണ്. നമ്മളെ ക്വസ്റ്റ്യൻ ഇതാണല്ലേ, ഇതിൻ്റെ ലോവർ ബൗണ്ട് കണ്ടുപിടിക്കുക. ക്വസ്റ്റ്യൻ നോക്കി, ഇതിൻ്റെ ലോവർ ബൗണ്ട് കണ്ടുപിടിക്കാനല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിന് നമ്മൾ ഏകദേശം ഇതേമാതിരി രൂപത്തേക്ക് മാറ്റാൻ പറ്റുമോ എന്ന് നോക്കാം. ഇതിൻ്റെ രൂപത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റുക? മാറ്റാൻ പറ്റുമോ നമ്മൾ നോക്കുക. അപ്പോൾ നമ്മൾ മാറ്റാൻ നോക്കുക കേട്ടോ. ഈ ഒരു രൂപത്തേക്ക് മാറ്റാൻ പറ്റുമോ നോക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? കമ്പയർ ചെയ്യുക. അപ്പോൾ ആദ്യം എന്ത് ചെയ്തു? ഇവിടെ എക്സ് അല്ലേ. അപ്പോൾ എക്സിന് നമുക്ക് എന്ത് ചെയ്യണം? മ്യൂ കൊണ്ട് മൈനസ് ചെയ്യണം അല്ലേ. ഇവിടെ എക്സ് മൈനസ് മ്യൂ രീതിയിലല്ലേ. അപ്പോൾ എന്ത് ചെയ്തു? ഇവിടെ എക്സ് മൈനസ്, ഇവിടെ മ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? മ്യൂ എന്താണ്? 3 ആണ് അല്ലേ. അപ്പോൾ എന്ത് ചെയ്തു? എക്സിന് 3 കൊണ്ട് മൈനസ് ചെയ്തുകൊണ്ട് എക്സ് മൈനസ് 3. അപ്പോൾ ഇവിടെ എക്സ് മൈനസ് 3 ചെയ്താൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിമ്പിളും കൂടെ ഉണ്ടാവും കേട്ടോ. ഇവിടെ നടുക്കത്തേന് ഒരു മിനിറ്റ് ഞാൻ എഴുതി കാണിച്ചു തരാം. ഓക്കെ, ഇതിൽ എക്സിന് നമുക്ക് എന്ത് ചെയ്യണം? 3 മൈനസ് ചെയ്യണം. അപ്പോൾ പി ഓഫ് എക്സ് മൈനസ് 3 എഴുതി. എക്സ് മൈനസ് 3 എക്സിന് മാത്രം -3 ചെയ്താൽ, അപ്പോൾ 8 -3 കുറയ്ക്കണം. -3 മൈനസ്, അപ്പോൾ 8 -3 കുറച്ചു. അതേപോലെ -2 -3 കുറച്ചു. അപ്പോൾ എല്ലാത്തിനും കുറയ്ക്കണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഉണ്ട്. പി ഓഫ് -5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് മൈനസ് 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. ഓക്കെ, കണ്ട ഇവിടെ കിട്ടിയത് -2 -3 എക്സ് മൈനസ് 3 8 -3 നമുക്ക് എന്ത് കിട്ടും? -5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് മൈനസ് 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? പി ഓഫ് മോഡ് എക്സ് മൈനസ് 3 ലെസ് ദാൻ 5 എന്ന് എഴുതാം. അതായത് ഇപ്പം ഞാൻ നിങ്ങളോട് പറയുകയാണ് -2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 2 എന്ന് പറഞ്ഞാൽ അത് നമുക്ക് എങ്ങനെ എഴുതാം? പി ഓഫ് മോഡ് എക്സ് ലെസ് ദാൻ 2 എന്ന് എഴുതാം. അപ്പോൾ നോക്കുക എന്താണ് ഇവിടെ? ഇവിടെ -2 ഇവിടെ 2 ഇല്ലേ. ഇവിടെ -5 ഇവിടെ 5 നടുക്കാര എക്സ് മൈനസ് 3. ഇവിടെ എക്സിന് പകരം എക്സ് മൈനസ് 3. അപ്പോൾ മോഡ് എക്സിന് പകരം മോഡ് എക്സ് മൈനസ് 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 വന്നു. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. വീഡിയോ പോസ് ചെയ്ത് 3 എഴുതാം. ഓക്കെ, എഴുതിയില്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യുക അറിയോ? നമ്മൾ ഇത് എഴുതി നമുക്ക് തന്ന ക്വസ്റ്റ്യൻ ഈ രൂപത്തേക്ക് ആക്കി. ഇനി നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ ഇക്വേഷൻ കൺസിഡർ ചെയ്തു. ഈ ഇക്വേഷനിൽ മ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ക്വസ്റ്റ്യനിലുണ്ട് 3 ആണ്, 3 എന്ന് കൊടുത്തു. പിന്നെ ടി സിഗ്മ, ടി നമുക്കറിയില്ല, ടി അതേപോലെ കൊടുത്തു. സിഗ്മ എന്താണ്? 2 ആണെന്ന് കൊടുത്തു. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യണം? ടീൻ്റെ വാല്യൂ കിട്ടണം. അപ്പോൾ കൊടുത്തു. അപ്പോൾ പി ഓഫ് മോഡ് എക്സ് മൈനസ് 3 ലെസ് ദാൻ ടി ഇൻറ്റു 2, അതായത് 2t. ഇതിനെന്ത് ചെയ്തു കൊടുത്തു? ഇക്വേഷൻ 2 എന്ന് കൊടുത്തു. അപ്പോൾ വീഡിയോ പോസ് ചെയ്തിട്ട് ബാക്കിയും കൂടെ എഴുതും നിങ്ങൾ. ഇത് വരെയാവില്ല എഴുതാൻ, ഇത് എഴുതട്ടോ. ഓക്കെ, അപ്പോൾ ഇനി നോക്കട്ടോ, ഇത് തന്ന ക്വസ്റ്റ്യൻ, ഇത് നമ്മൾ ഇക്വേഷൻ നമ്മൾ ഉണ്ടാക്കിയെടുത്തത്. നമ്മൾ രണ്ടാളും കമ്പയർ ചെയ്യാണ്. ഇതും കമ്പയർ ചെയ്യുന്നു. പി ഓഫ് മോഡ് എക്സ് മൈനസ് 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5, പി ഓഫ് മോഡ് എക്സ് മൈനസ് 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2t. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? രണ്ടും കൂടെ കമ്പയർ ചെയ്താൽ നോക്ക്, ഇതും കമ്പയർ ചെയ്യാണ്. ഇവിടെ എക്സ്, ഇവിടെ 3, ഇവിടെ 3, ഇവിടെ 5, ഇവിടെ 2t. അപ്പോൾ 5 എന്ന് പറഞ്ഞാൽ എന്താ? അതിനർത്ഥം 2t ആണല്ലോ. അപ്പോൾ 5 is equal to 2t അല്ലെങ്കിൽ 2t is equal to 5. t is equal to എന്ത് കിട്ടും? t is equal to 5/2. അപ്പോൾ t എന്ത് കിട്ടി? 5/2 കിട്ടി. വീഡിയോ പോസ് ചെയ്ത് ബാക്കിയും കൂടെ എഴുതുക. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? ടിയും കൂടെ കിട്ടി. ടിയും കൂടെ നമുക്ക് എന്ത് ചെയ്തു? കിട്ടി.
ടി ഈസ് ഈക്വൽ ടു എന്താ കിട്ടിയത് 5/2. സംശയമില്ലല്ലോ, ടി ഈസ് ഈക്വൽ ടു 5/2 എഴുതിയില്ലേ. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ലോവർ ബൗണ്ട് ആണ്. ലോവർ ബൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ പറഞ്ഞു 1 - 1/t². അല്ലേ? ലോവർ ബൗണ്ട് എന്താണ്? 1 - 1/t². ഓക്കെ, അപ്പോൾ ഞാനിവിടെ എഴുതിയിട്ടുണ്ട് ലോവർ ബൗണ്ട് is equal to ലോവർ ബൗണ്ട് is equal to 1 - 1/t². അത് പറഞ്ഞാൽ എന്താണ്? 1 - 1/5/2². സംശയമില്ലല്ലോ, ടി എന്താണ്? 5/2 ആണ്. അപ്പോൾ 1 - 5/2². 1 - 5/2ന്റെ സ്ക്വയർ പറഞ്ഞാൽ എന്താ വരിക? 25/4. 1/25/4 എങ്ങനെ കിട്ടും നമുക്ക്? 1 - 4/25 ചെയ്യുമ്പോൾ 21/25. ഇതൊക്കെ നിങ്ങൾക്ക് ഇവിടെ കിട്ടിയാൽ തന്നെ നേരെ കാൽക്കുലേറ്റർ കൊടുത്ത് ഈ ഫ്രാക്ഷൻ ആക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ലോവർ ബൗണ്ട് എന്താ കിട്ടുക? 21/25. ഓക്കെ, വീഡിയോ പോസ് ചെയ്തിട്ട് അതും കൂടെ എഴുതട്ടോ. ഓക്കെ, നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. If x follows binomial distribution with n is equal to 100, p is equal to 1/2. കാണില്ലേ നിങ്ങൾക്ക്? Obtain Chebyshev's inequality. A lower limit for p of mod x minus 50 less than എന്താ? 7.5. 7.5 ആട്ടത്. 7.5. ഓക്കെ, വീഡിയോ പോസ് ചെയ്യുക, ക്വസ്റ്റ്യൻ എഴുതാം. എഴുതിയിട്ടുണ്ടാവും. ഇനി നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകാം കേട്ടോ. നമുക്ക് തന്നിട്ടുണ്ട് എന്താണ്? ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഫോളോ ചെയ്യുന്നത് എന്നല്ലേ. അപ്പോൾ നമുക്ക് എന്തായാലും യും സിഗ്മയും കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെതൊക്കെ നമുക്കറിയാമല്ലേ. എന്താ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ? NP ആണ്. മ്യൂ എന്ന് പറഞ്ഞാൽ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ആണ്. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് പറഞ്ഞാൽ NP ആണ്. എന്തുകൊണ്ട് അവിടെ NP എടുത്തത്? നമ്മുടെ ക്വസ്റ്റ്യൻ തന്നെ പറയുന്നുണ്ട് എന്താണ്? ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ മീൻ നമുക്കറിയാം എന്താണ്? NP ആണ്. അപ്പോൾ NP എന്താ? N എന്താ? 100, P 1/2 അല്ലേ. അപ്പോൾ 100 × 1/2 50 കിട്ടും. ഇനി അതേപോലെ സിഗ്മ സ്ക്വയർ പറഞ്ഞ വേരിയൻസ് ഓഫ് എക്സ് ആണ്. അത് NPQ ആണ് നമുക്കറിയാം. വേരിയൻസ് ഓഫ് എക്സ് എന്താണ്? NPQ. അപ്പോൾ 100 × 1/2 × 1/2 എന്ത് കിട്ടും? 25 എന്ന് കിട്ടും. അപ്പോൾ സിഗ്മ എന്താ വരിക? √25 എന്ത് കിട്ടും? 5 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ വീഡിയോ പോസ് ചെയ്തിട്ട് 3 എഴുതാം. ഓക്കെ, അപ്പോൾ ഞാൻ സൈഡിൽ എഴുതിയിട്ട് Q എങ്ങനെയാണ് കിട്ടുക? 1/2. Q എന്ന് പറഞ്ഞാൽ 1 - P ആണ്. അതുകൊണ്ടാണ് 1 - 1/2 = 1/2. ഓക്കെ, ഇനി അത്ര എഴുതില്ലേ? വീഡിയോ പോസ് ചെയ്ത് എഴുതാം. ഓക്കെ, ഇനി ചെബിഷെവ്സ് ഇനീക്വാളിറ്റി. നമ്മളുടെ എന്താ പറയുക? ലോവർ ലിമിറ്റ് അല്ലെങ്കിൽ ലോവർ ബൗണ്ട്. അപ്പോൾ ലോവർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? P ഓഫ് മോഡ് എക്സ് മൈനസ് മ്യൂ ലെസ് ദാൻ ടി സിഗ്മ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 - 1/t². ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഇപ്പം തന്നെ ഇക്വേഷനിൽ നമുക്ക് തന്നിട്ടുള്ളതൊക്കെ കൊടുത്തു. മ്യൂ എന്താണ്? 50 ആണ്. ടി എന്താണ്? ടി തന്നെ. സിഗ്മ എന്താണ്? 5 ആണ്. അപ്പോൾ T × 5. ഓക്കെ, അതാണ് ഫസ്റ്റത്തെ ഇക്വേഷൻ കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കണ്ടുപിടിക്കാനായിട്ടുള്ള ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി നോക്ക്, നമുക്ക് തന്നിട്ടുള്ള ഇക്വേഷൻ ഒന്നുകൂടെ മാറ്റി. P ഓഫ് മോഡ് എക്സ് മൈനസ് 50 ലെസ് ദാൻ 5 T × 5നെ 5T എന്ന് എഴുതി. കുഴപ്പമില്ലല്ലോ. 2 × 3 എന്ന് പറഞ്ഞാലും 3 × 2 എന്ന് പറഞ്ഞാലും സെയിം ആണ്. അതേപോലെ T × 5 എന്ന് പറഞ്ഞാലും 5 × T എന്ന് പറഞ്ഞാലും സെയിം ആണ്. അപ്പോൾ അത് മാറ്റി എഴുതി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഈ ഇക്വേഷനിൽ നമുക്ക് തന്നിട്ടുള്ളതൊക്കെ കൊടുത്തു രൂപത്തിലാക്കി. വീഡിയോ പോസ് ചെയ്യുക, ഇതുവരെ എഴുതാം. ഓക്കെ, എഴുതിയില്ലേ? ഇത് ഇക്വേഷൻ 1 ആണ് കേട്ടോ. ഇനിയൊക്കെ നമ്മൾ എന്ത് ചെയ്തു? ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് ഇതിൻ്റെ ലോവർ ലിമിറ്റ് കണ്ടുപിടിക്കാനല്ലേ. അപ്പോൾ P ഓഫ് മോഡ് എക്സ് മൈനസ് 50 ലെസ് ദാൻ 7.5 ഇത് ഇക്വേഷൻ 2 എന്ന് കൊടുത്തു. ഇനി കമ്പയറിങ് 1 and 2. 1 എന്താണ്? ഇവിടെ എക്സ് മൈനസ് 50, അവിടെ എക്സ് മൈനസ്, ഇവിടെ 5T ആണ് അല്ലേ. 5T ആണ്. അപ്പോൾ ഇവിടെ 5Tക്ക് പകരം ആരാണ്? ഇവിടെ 5Tക്ക് പകരം ആരാണ്? ഇവിടെ 5Tക്ക് പകരം ആരാടാ? 7.5 ആണ് അല്ലേ. 5Tക്ക് പകരം 7.5 ആണ്. അപ്പോൾ T എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? 7.5/5 കിട്ടും. അത് സമം 1.5. T എന്താ കിട്ടുക? 1.5. അപ്പോൾ നമുക്ക് ലോവർ ലിമിറ്റ് കാണാം അല്ലേ. T ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ലോവർ ലിമിറ്റ് പറഞ്ഞാൽ എന്താ? 1 - 1/t². 1 - 1/t² പറഞ്ഞാൽ എന്താ കിട്ടുക? 1 - 1/1.5². നമുക്ക് ചെയ്യുമ്പോൾ 0.566 എന്ന് കിട്ടും. വീഡിയോ പോസ് ചെയ്യുക, ഇതുവരെ എഴുതുക. അടുത്ത ക്വസ്റ്റ്യൻ. ലെറ്റ് എക്സ് ബി എ റാൻഡം വേരിയബിൾ ടേക്കിംഗ് വാല്യൂസ് -1, 0, 1 with probabilities 1/8, 6/8, 1/8 respectively
ഫൈൻഡ് യൂസിങ് ചെബിഷെവ്സ് ഇനീക്വാളിറ്റി ദ അപ്പർ ബൗണ്ട് ഓഫ് ദ പ്രോബിലിറ്റി പി ഓഫ് മോഡ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. ഇതിൻ്റെ അപ്പർ ബൗണ്ട് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ആദ്യം എന്ത് ചെയ്യണം? അതിൻ്റെ പ്രോബിലിറ്റി മീനും എന്ത് കണ്ടുപിടിക്കണം? സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കണ്ടുപിടിക്കണം അല്ലേ? ഏതൊരു ചെബിഷെവ്സ് ഇനീക്വാളിറ്റിൻ്റെ ക്വസ്റ്റ്യൻ കിട്ടിയാൽ നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? മീനും കണ്ടുപിടിക്കണം, എന്ത് കണ്ടുപിടിക്കണം? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളതൊക്കെ ഞാൻ ഇവിടെ എഴുതി. എക്സ് എന്ന് പറഞ്ഞാൽ -1 0 1 ആണ്. പി ഓഫ് എക്സ് പറഞ്ഞാൽ 1/8 6/8 1/8 ആണ്. അതായത് എക്സ് കിട്ടാനുള്ള പ്രോബിലിറ്റി -1 കിട്ടാനുള്ള പ്രോബിലിറ്റി 1/8 ആണ്. 0 കിട്ടാനുള്ള പ്രോബിലിറ്റി 6/8 ആണ്. 1 കിട്ടാനുള്ള പ്രോബിലിറ്റി 1/8 ആണെന്ന് എഴുതി. ഓക്കെ, വീഡിയോ പോസ് ചെയ്യുക, ക്വസ്റ്റ്യൻ എഴുതാം. ക്വസ്റ്റ്യൻ എഴുതാം, എത്ര എഴുതാം കേട്ടോ. ഓക്കെ, എഴുതിയിട്ടുണ്ടാവും. ഇനി ടു അപ്ലൈ ചെബിഷെവ്സ് ഇനീക്വാളിറ്റി വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് മ്യൂ ആൻഡ് സിഗ്മ. ഓക്കെ, കണ്ടുപിടിക്കണം മ്യൂവും സിഗ്മയും അല്ലേ? അപ്പോൾ മ്യൂ എന്താണ്? എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ആണ്. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇത് എന്ത് കേസാണ്? ഡിസ്ക്രീറ്റ് കേസാണ്. അതിൻ്റെ കേസിൽ എങ്ങനെ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് കണ്ടുപിടിക്കും? എക്സ് ഇൻറ്റു പി ഓഫ് എക്സ്. ഓക്കെ, പി ഓഫ് എക്സ് ഇനി എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാലും പ്രശ്നമില്ല. ഇപ്പോൾ സമ്മേഷൻ എക്സിൻ്റെ എഫ് ഓഫ് എക്സ് ആണ്. സമ്മേഷൻ, നിങ്ങൾ ഇതിനെ ചിലപ്പോൾ സിഗ്മ എന്നാവും പറയുക. സിഗ്മ എന്ന് പറഞ്ഞാലും സമ്മേഷൻ എന്ന് പറഞ്ഞാലും സെയിം മീനിങ് ആണ്. അപ്പോൾ സമ്മേഷൻ എക്സ് ഇൻറ്റു പി ഓഫ് എക്സ്. അപ്പോൾ എക്സ് എന്താണ്? -1. -1ൻ്റെ പി ഓഫ് എക്സ് -1 ഇൻറ്റു 1/8 പ്ലസ് 0 ഇൻറ്റു 6/8 പ്ലസ് 1 ഇൻറ്റു 1/8. സോ എന്ത് കിട്ടും? നമുക്ക് ഫൈനൽ ആൻസർ 0 എന്ന് കിട്ടും. അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്താണ്? 0 ആണ്. വീഡിയോ പോസ് ചെയ്യുക, എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഇത്രയും വരെ എഴുതാം. ഓക്കെ, ഇനി വേരിയൻസ് ഓഫ് എക്സ് പറഞ്ഞാൽ എന്താ? എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ദി ഹോൾ സ്ക്വയർ. അപ്പം ഇനി എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ദി ഹോൾ സ്ക്വയർ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടാണ് മൈൻഡ് ചെയ്യേണ്ട പറയേണ്ട കാര്യം? എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് 0 ആണ്. അതിൻ്റെ സ്ക്വയർ എടുത്താലും 0 അല്ലേ? അപ്പോൾ 0 നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇവിടെ ഇല്ല. ബാക്കി ആരുള്ളത്? എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ ആണ്, നമുക്ക് കണ്ടുപിടിക്കണം. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ പറഞ്ഞാൽ എന്താണ്? എക്സ് സ്ക്വയർ ഇൻറ്റു സമ്മേഷൻ, അതായത് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ പറഞ്ഞാൽ സമ്മേഷൻ എക്സ് സ്ക്വയർ ഇൻറ്റു പി ഓഫ് എക്സ് ആണ് കേട്ടോ. അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ പറഞ്ഞാൽ എക്സിൻ്റെ സ്ക്വയർ അല്ലേ? ഇവിടെ എക്സ് ഏതാണ്? ഫസ്റ്റത്തെ എക്സിൻ്റെ വാല്യൂ -1. അപ്പോൾ കണ്ടോ, ഇവിടെ നമുക്ക് -1ൻ്റെ സ്ക്വയർ ഇൻറ്റു അതിൻ്റെ പി ഓഫ് എക്സ് പ്ലസ് 0 സ്ക്വയർ ഇൻറ്റു അതിൻ്റെ പി ഓഫ് എക്സ് പ്ലസ് 1 സ്ക്വയർ അതിൻ്റെ പി ഓഫ് എക്സ്. 1 സ്ക്വയർ ഇൻറ്റു 1/8 -1 സ്ക്വയർ ഇൻറ്റു 1/8 പ്ലസ് 0 സ്ക്വയർ ഇൻറ്റു 6/8 പ്ലസ് 1 സ്ക്വയർ ഇൻറ്റു 1/8. കിട്ടുന്ന ആൻസർ 1/4 ആണ്. അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് കിട്ടി. ഇനി വേരിയൻസ് ഓഫ് എക്സ് പറഞ്ഞാൽ എന്താണ്? എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ദി ഹോൾ സ്ക്വയർ. അതായത് 1/4 മൈനസ് 0 സ്ക്വയർ. 0 സ്ക്വയർ 0 തന്നെ 1/4 കിട്ടി. സിഗ്മ സ്ക്വയർ 1/4 ആണ്. അങ്ങനെയാണെങ്കിൽ സിഗ്മ എന്താണ്? √1/4. √1/4 പറഞ്ഞാൽ എന്താ കിട്ടുക? 1/2. വീഡിയോ പോസ് ചെയ്തിട്ട് ഇതുവരെ എഴുതാം. ഓക്കെ, എഴുതിയില്ലേ? ഇനി അപ്ലൈയിങ് ചെബിഷെവ്സ് ഇനീക്വാളിറ്റി. ചെബിഷെവ്സ് ഇനീക്വാളിറ്റി അപ്ലൈ ചെയ്യണം. നമ്മളിവിടെ എന്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്? എന്ത് കണ്ടുപിടിക്കാൻ? അപ്പർ ബൗണ്ടാണ്. അപ്പോൾ അപ്പർ ബൗണ്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്. അപ്പോൾ ഞാൻ ഇക്വേഷൻ ഇവിടെ എഴുതി. ഓക്കെ, അപ്പോൾ വീഡിയോ പോസ് ചെയ്യുക, ഇത് എഴുതാം, ഇത്രയും വരെ എഴുതാം. ഓക്കെ, എഴുതിയിട്ടുണ്ടാവും അല്ലേ? നമ്മളിതിൽ ഓരോന്നിലും കൊടുക്കുക കേട്ടോ. മ്യൂവിന് വാല്യൂ കൊടുക്കുക, സിഗ്മയ്ക്കൊക്കെ വാല്യൂ കൊടുക്കുകയാണ്. ഓക്കെ, എന്ത് കൊടുത്തു? എക്സിന് അതന്നെ. പിന്നെ മ്യൂക്ക് എന്ത് കൊടുത്തു? 0 കൊടുത്തു. മ്യൂ എന്താ? 0 ആണ്. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ t/2. എങ്ങനെ t/2 വന്നത്? ഇവിടെ എന്താണ് ഇക്വേഷനിൽ? ടി സിഗ്മയാണ് അല്ലേ? ടി സിഗ്മയാണ്. അപ്പോൾ സിഗ്മ പറഞ്ഞാൽ 1/2 ആണ്. അപ്പോൾ t × 1/2 എന്ത് കിട്ടും? t/2 കിട്ടും. ഓക്കെ, t/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/d². അപ്പോൾ ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിക്കട്ടെ, ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ഇക്വേഷൻ. തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ഇതാണ്. പി ഓഫ് മോഡ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1ൻ്റെ അപ്പർ ബൗണ്ട് കണ്ടുപിടിക്കാനാണ് ഇക്വേഷൻ. അപ്പോൾ നോക്കട്ടോ, ഇത് രണ്ടും കമ്പയർ ചെയ്ത് നോക്കുക. ഇവിടെ മോഡ് എക്സ് -0 എന്ന് പറഞ്ഞാലും മോഡ് എക്സ് പറഞ്ഞാലും സെയിം അല്ല. എക്സ് എന്ന് 0 കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് തന്നെയാണ് അത് അല്ലേ? അപ്പോൾ ഇവിടെ എക്സ്, ഇവിടെ എക്സ്, ഇവിടെ 1, ഇവിടെ t/2 അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് പറയാം? t/2 = 1. അപ്പോൾ കമ്പയറിങ് ഇക്വേഷൻ 1 and 2 നമുക്ക് എന്ത് കിട്ടും? t/2 = 1. t/2 = 1 ആണെങ്കിൽ t കിട്ടാൻ എന്ത് ചെയ്താൽ മതി? 2നെ അങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി. അപ്പോൾ t = 2. വീഡിയോ പോസ് ചെയ്യുക, ഇതുവരെ എഴുതുക. ഓക്കെ, ഇനി അത്ര എഴുതിയിട്ടുണ്ടാവും. ഇനി അപ്പർ ബൗണ്ട് ഓഫ് ദ പ്രോബിലിറ്റി 1/t² അപ്പർ ബൗണ്ട് അല്ലേ? അപ്പർ ബൗണ്ട് എന്താണ്? 1/t². അതാണ് ഞാൻ അപ്പർ ബൗണ്ട് 1/t² എന്ന് പറഞ്ഞത്. എന്താ? ഇതാണ് അപ്പർ ബൗണ്ട് കാണാനുള്ള ഇക്വേഷൻ. അപ്പോൾ ഇതാണ് അപ്പർ ബൗണ്ട്. 1/t² ആണ് അപ്പർ ബൗണ്ട്. 1/t². അപ്പോൾ 1/2² എന്ത് കിട്ടും? 1/4. അപ്പോൾ അപ്പർ ബൗണ്ട് എന്താണ്? 1/4. വീഡിയോ പോസ് ചെയ്തിട്ട് ഇതുവരെ എഴുതാം കേട്ടോ. ഓക്കെ.